ചിറമിക്കോ വില്ലേജ് വരാറുണ്ട്. അതായത് ഞങ്ങൾ തൊട്ടടുത്തുള്ള പാർക്കാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ നടക്കേണ്ട ദൂരമുള്ളൂ. പക്ഷേ ഇവിടെ അധികം ഞങ്ങൾ വരാറൊന്നുമില്ല. ഇപ്പോൾ എൻട്രി ചാർജ് 20 രൂപ ആക്കിയിട്ടുണ്ട്. ആദ്യം 10 രൂപയായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് മീൻസ് അപ്പുറത്താണ് കുട്ടീസിൻ്റെ കളിസ്ഥലം വരുന്നത്. കുട്ടീസിനായിട്ടുള്ള പാർക്കിന് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു തൂക്കുപാലം കറന്നിട്ട് അപ്പുറത്തേക്ക് വേണം പോകാൻ. ഇവിടെ അധികം കുട്ടീസിനല്ല, ഇവിടെ കപ്പിൾസിന്, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട്, ബ്രൈഡൽ ഷൂട്ട്, അതുപോലെ മീറ്റപ്പ്, ഗെറ്റ് ടുഗദറൊക്കെയാണ് അധികം ഇവിടെ വരുന്നത്. അവിടെ നല്ല ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ഉച്ച ടൈമായിരുന്നു പോയപ്പോൾ. ആ ടൈമിൽ ഇവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തൂക്കുപാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടീസിനേക്കാളും ഇവിടെ കപ്പിൾസാണ് അധികം വരുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു കേട്ടോ. നല്ലപോലെ തിരക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതേ കുട്ടീസിൻ്റെ കളിസ്ഥലം എത്തിയിട്ടുണ്ട്. അവരെ അങ്ങോട്ടേക്ക് ഇട്ട് അവർ കളിച്ചോട്ടെ നിർത്തി. ഞാനിതാ വീഡിയോസ് ഒക്കെ എടുത്തെടുക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് ചാച്ചുണ്ട്, അനുമോളുണ്ട്, ഇതേപ്പുറത്ത് ആമിയുണ്ട്. അപ്പോൾ അവരെവിടെ കിടന്ന് എൻജോയ് ചെയ്യട്ടെ നേരത്തെ ഞാൻ അപ്പുറത്തേക്ക് വീഡിയോ എടുക്കാൻ പോകണം. അപ്പോഴാണ് കൂട്ടത്തിൽ ചെറിയ കുട്ടി മിസ്സിംഗ് ആണല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. എവിടെ പോയി അനുസരിച്ച് നോക്കിയപ്പോഴാണ് അവൾ അപ്പുറത്തിന് ഊഞ്ഞാലാടുന്നുണ്ട്. എന്തായാലും ശ്രീദേവി ആടിക്കോട്ടെ വിചാരിച്ച്. ഇന്നിവിടെ ഒരു ബ്രൈഡൽ ഷൂട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ആമി ആടാൻ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് അവിടെ റോളൊന്നുമില്ല. കാരണം എനിക്കതിലൊന്നും കയറാനോ ഇതിനൊന്നും പറ്റില്ല. പക്ഷെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുട്ടീസിൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യാനാണ്, പിഞ്ച് മനസ്സാണ് ഗായ്സ്. ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.